ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ആഴ്ചയിലെ അവസാനത്തെ എപ്പിസോഡുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. ഞാൻ നിങ്ങളോട് ഓരോരുത്തരോടും പറയുകയാണ്, ജീവിതത്തിൽ മറ്റ് പല വേദനകളിലൂടെ പ്രതിസന്ധികളിലൂടെ ഒക്കെ പോകുന്നവരായിരിക്കാം നിങ്ങൾ. പക്ഷേ ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾ തകർന്നു പോകത്തില്ല, നിങ്ങൾ വീണു പോകത്തില്ല, നിങ്ങൾ അധികം നാൾ കരഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരത്തില്ല. അതിൻ്റെയൊക്കെ നടുവിൽ കർത്താവിൻ്റെ പ്രവൃത്തി നിങ്ങളെ പിന്തുടരുക തന്നെ ചെയ്യും. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇന്നലെ നമ്മുടെ ന്യൂയോർക്ക് ബ്ലെസ്സിങ് ഫെസ്റ്റിവൽ ആയിരുന്നു. കടന്നു വന്ന എല്ലാവരും വളരെ അനുഗ്രഹമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നാളെ ഞങ്ങൾ വാഷിങ്ടൺ DC-യിലുണ്ട്. അവിടെയുള്ള പ്രിയപ്പെട്ടവർക്കൊക്കെ അവിടെ കടന്നു വരാനും സംബന്ധിക്കാനും ഒക്കെ സാധിക്കുമല്ലോ. അതോടൊപ്പം തന്നെ ഞായറാഴ്ച നമ്മുടെ സ്പെഷ്യൽ മീറ്റിംഗ് നടക്കുകയാണ്. എല്ലാ ബ്ലെസ്സിങ് ടുഡേ ചേർച്ചസിലും നമുക്ക് സ്പെഷ്യലായിട്ട് 10 മണിക്കുള്ള ആരാധനയിലേക്ക് കടന്നു വന്ന് സംബന്ധിച്ച് അനുഗ്രഹം പ്രാപിക്കാനായിട്ട് ഞാൻ നിങ്ങളെല്ലാവരും പ്രോത്സാഹിപ്പിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഒരു സ്പോൺസർ വർക്ക് ചെയ്യുന്നത് ഗീതു ബാബു ആണ് ഇന്നത്തെ നമ്മുടെ സ്പോൺസർ എന്നുള്ളത്. താങ്ക് യു ഗീതു. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഇളയ മകൻ നിശാന്തിന് ജോലി ലഭിക്കുവാൻ, ആൺമക്കളുടെ വിവാഹം നടക്കുവാൻ, മക്കളും ഭർത്താവും രക്ഷിക്കപ്പെടുവാൻ കർത്താവെ അങ്ങയുടെ കൃപ അങ്ങ് പകരണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്. അടുത്ത നമ്മുടെ സ്പോൺസർ ഒരു കോ സ്പോൺസർ തന്നെയാണ്. ആലപ്പുഴയിൽ നിന്ന് ഗീത നിർമ്മലനാണ്. താങ്ക് യു സിസ്റ്റർ ഗീത നിർമ്മലൻ. ഇന്ന് ശ്യാംകുമാറിൻ്റെയും ശ്രീജ മോളിൻ്റെയും വിവാഹ വാർഷികമാണ്. ഹാപ്പി ആനിവേഴ്സറി ശ്യാംകുമാർ ആൻഡ് ശ്രീജ മോൾ. അതുപോലെ തന്നെ സെപ്റ്റംബർ 7-ന്, അതായത് നാളെ, ഗീത നിർമ്മലിൻ്റെ വിവാഹ വാർഷികം കൂടിയാണ്. അഡ്വാൻസ് ഹാപ്പി വെഡിങ് ആനിവേഴ്സറി സിസ്റ്റർ ഗീത. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് അപ്പോൾ തന്നെ തൻ്റെ ബിസിനസ് അനുഗ്രഹിക്കപ്പെടുവാൻ, മകൻ ശരത് കുമാറിൻ്റെ ജോലി അനുഗ്രഹിക്കപ്പെടുവാൻ, സ്വർഗത്തിലെ കർത്താവെ എല്ലാ വഴികളും വാതിലുകളും അങ്ങ് തുറന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. തുടർന്ന് അനുഗ്രഹിക്കപ്പെട്ട സന്ദേശമാണ് നമ്മൾ കേൾക്കാൻ പോകുന്ന. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് നമുക്ക് കടക്കാം. വെൽക്കം ബാക്ക്. ഈ ആഴ്ചയിൽ എല്ലാ മോർണിംഗ് ഗ്ലോറിയും നിങ്ങൾ കണ്ടോ? ദിസ് ഈസ് ദ ലാസ്റ്റ് വൺ ഇൻ ദ സീക്വൻസ്. ഏതെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ യൂട്യൂബിലുണ്ട്. ബ്ലെസ്സിങ് ടുഡേ ആപ്പ്, മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്യണം. മൊബൈൽ ആപ്പിൽ ദിവസവും നിങ്ങൾക്ക്, ആ ദിവസത്തെ മാത്രമല്ല, പിന്നിലേക്കുള്ള എൻ്റെ ആർക്കൈവ്സ് ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ബ്ലെസ്സിങ് ടുഡേ വെബ്സൈറ്റിലുണ്ട്, യൂട്യൂബിലുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. മോർണിംഗ് ഗ്ലോറി പ്ലേലിസ്റ്റുകളിലൊക്കെ ക്രിയേറ്റ് ചെയ്ത് കാണും. കാരണം ഈ ആഴ്ചയിൽ ഞാൻ ഷെയർ ചെയ്തതെല്ലാം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്നലെ ഞാൻ പറഞ്ഞു ഇന്നത്തേതും ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് ഐ എം ടോക്കിംഗ് അബൌട്ട് ദ ഹോൺ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ കൊമ്പ്. നമ്മൾ എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് ഇങ്ങനെയാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൽ 2 പാട്ടുകൾ കാണുന്നുണ്ട്. ഒന്ന് യേശുവിൻ്റെ അമ്മ മറിയുടെ, ഒരു കന്യക പെൺകുട്ടിയുടെ പാട്ടാണ്. രണ്ടാമത്തേത് സെഖര്യാവ് എന്ന പ്രായം ചെന്ന വൃദ്ധനായ ഒരു പുരോഹിതൻ്റെ പാട്ടാണ്. 2 പേരുടെ അടുക്കലും 2 പേർക്ക് ഒരു ഏഞ്ചലിക് വിസിറ്റേഷൻ ഉണ്ടായി. ഗബ്രിയേൽ ദൂതൻ, സെയിം ദൂതൻ 2 പേരെയും ചെന്ന് വിസിറ്റ് ചെയ്തു. മറിയയുടെ അടുക്കൽ ചെന്നു. അത് കൂടാതെ സെഖര്യാവിൻ്റെ അടുക്കൽ ഉണ്ടായിരുന്നു. ഈ 2 കുടുംബത്തിലും 2 കുഞ്ഞുങ്ങൾ ജനിക്കുകയാണ്. അതിനെക്കുറിച്ചുള്ള ദൂതാണ്, അല്ലെങ്കിൽ പ്രവചനമാണ് ഈ ദൂതൻ വന്നിട്ട് പറഞ്ഞത്. 2 പേരും പാട്ടെഴുതി. മറിയുടെ പാട്ട് എഴുതിയപ്പോൾ അവൾ പഴയ നിയമത്തിലെ ഹന്നയുടെ പാട്ടിലെ ചില വരികളൊക്കെ കടമെടുത്തു. സെഖര്യാവ് പാട്ടെഴുതി. അതൊരു പ്രൊഫറ്റിക് സോങ് ആണ്. സെഖര്യാവിൻ്റെ പാട്ട് നമ്മളിങ്ങനെ പലതിങ്ങനെ വായിച്ചു വന്നപ്പോൾ അതിൽ പരാമർശിച്ചിട്ടുള്ളൊരു കാര്യമാണ് ദ ഹോൺ ഓഫ് സാൽവേഷൻ, രക്ഷയുടെ കൊമ്പ്. രക്ഷയുടെ കൊമ്പിനെ കുറിച്ച് നമ്മൾ ചില കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി. 2 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചത്, ഒന്ന്, എ ഹോൺ ഈസ് എ സൈൻ ഓഫ് പവർ. ആവർത്തന പുസ്തകം 33:7 വെച്ച് നോക്കുമ്പോൾ ആദ്യം ജനിച്ച, അല്ലെങ്കിൽ കടിഞ്ഞൂലായി ജനിച്ച ഒരു കാളയുടെ അല്ലെങ്കിൽ പോത്തിൻ്റെ, എന്താണ് അവിടെ ട്രാൻസ്ലേഷൻ എനിക്ക് അറിഞ്ഞുകൂടാ, മലയാളം ബൈബിൾ കാണുന്നത്, അതിൻ്റെ മാജസ്റ്റി പോലെ, അതിൻ്റെ വൈൽഡ് ഓക്സിൻ്റെ ഹോണുകൾ പോലെ രാജ്യങ്ങളെ കീറുവാനുള്ള ശക്തി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്.
സോ ഇറ്റ് ഇസ് ഓൾവേസ് എ സൈൻ ഓഫ് പവർ, ശക്തി. ദൈവ ജനത്തിന് ശക്തിയുണ്ട്, ബലഹീനതയിലും ശക്തിയുണ്ട്. യഹോവയെ കാത്തിരിക്കുന്നവർക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥിക്കുന്നവർക്ക് ശക്തിയുണ്ട്. ബിക്കോസ് പ്രേയർ ഈസ് പവർ, പ്രേയർലെസ്നെസ് ഈസ് പവർലെസ്നെസ്. എ പ്രേയർലെസ് പേഴ്സൺ ഈസ് എ പവർലെസ് പേഴ്സൺ. എ പ്രേയർഫുൾ പേഴ്സൺ ഈസ് എ പവർഫുൾ പേഴ്സൺ. ഇതൊക്കെ ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് ശക്തിയുണ്ട്, പ്രാർത്ഥന ഇല്ലാത്ത ഒരാൾക്ക് ശക്തിയില്ല, ബലഹീനരാണ്. ഇപ്പൊ ദൈവജനത്തെ ഈ സഖര്യാവ് പാടുമ്പോൾ പറയുകയാണ്, പ്രവചിച്ച് പറയുകയാണ്, ദൈവജനത്തിന് വേണ്ടി അവൻ രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. അതിനെക്കുറിച്ചൊരു ബാക്ക്ഗ്രൗണ്ട് സെറ്റിംഗ് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം പറയുന്നതും വായിക്കുന്നതും. നമ്പേഴ്സ് 23:22 സംഖ്യാപുസ്തകം 23-22 കണ്ടത്, ഗോഡ് ബ്രോട്ട് ദം ഔട്ട് ഓഫ് ഈജിപ്റ്റ്, ദേ ഹാവ് ദ സ്ട്രെങ്ത് ഓഫ് എ വൈൽഡ് ഓക്സ്. അവർക്ക് ഈ ബിലയാം എന്ന് പറയുന്നൊരു പ്രവാചകൻ, ദൈവത്തിൻ്റെ പ്രവാചകനാണ്, പക്ഷെ ബാലാക്കിൻ്റെ കൈക്കൂലിയിൽ പെട്ടെന്നൊന്ന് മയങ്ങിപ്പോയി. അങ്ങനെ ദൈവജനത്തെ ശപിക്കാൻ വേണ്ടി മലമുകളിൽ പോകുമ്പോൾ അവിടെ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചയും ഒക്കെ വെച്ചുകൊണ്ടാകാം ഈ പറയുന്നത്, കാട്ടുപോത്തിൻ്റെ കൊമ്പ് പോലുള്ള ബലമാണ് ദൈവം തൻ്റെ ജനത്തിന് കൊടുത്തിരിക്കുന്നത്. ഒരു കാലത്ത് 430ഓളം വർഷം ആ രാജ്യത്തായിരിക്കുമ്പോൾ അതിൻ്റെ സിംഹഭാഗവും അടിമകളായി, ബലഹീന ജാതിയായി, അടിമവർഗത്തിൽപ്പെട്ട വീക്ക് ആയിട്ടുള്ളൊരു നേഷനായിരുന്നു ഇസ്രായേൽ. എന്നാൽ ദൈവം അവരെ പുറത്തെടുത്ത് ഇപ്പോൾ രാജ്യങ്ങൾക്ക് ഭീഷണിയായി. ഞാനിത് പറയാൻ കാരണം, അവർ പോകുമ്പോൾ അവരിങ്ങനെ എങ്ങനെ പറയേണ്ടത്, ഒത്തിരി രാജ്യങ്ങളും നാട്ടുരാജ്യങ്ങളും ചുറ്റുമുള്ളപ്പോഴാണ് അന്നത്തെ ഏറ്റവും വലിയ സാമ്രാജ്യത്തിൻ്റെ കീഴിൽ നിന്നും എങ്ങനെയാണ് പറയേണ്ടത്, അതിൽ നിന്നും കുതറി പുറത്തു വന്ന് മുമ്പോട്ട് പോകുന്ന ഒരു രാജ്യത്തെക്കുറിച്ച്, ഒരു രാഷ്ട്രത്തെക്കുറിച്ചുള്ള കേൾവി, ശ്രുതി എല്ലായിടത്തും പരന്നു. അവരിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ യെരിഹോ, ഇന്നത്തെ ചൈനീസ് വൻമതിൽ പോലെ യെരിഹോ മതിലിനകത്ത് സുരക്ഷിതമായി പാർക്കുന്ന യെരിഹോ നിവാസികൾ പോലും അവരുടെ ഹൃദയം മെൽറ്റായി പോയി എന്ന് പറയുന്നത്, ഭയന്നിട്ട് ഉരുകിപ്പോയി. അതിന് എന്തൊരു പവർഫുൾ ആയിട്ടുള്ളൊരു ജാതിയാണ് വരുന്നത്. അവർ വരുന്ന വഴിക്ക് മഹാത്ഭുതങ്ങൾ നടക്കുന്നു. കാരണം അവരുടെ ദൈവം മറ്റെല്ലാ ദൈവങ്ങളെക്കാളും വലിയ ദൈവമാണെന്നൊക്കെ ഇവർ കേൾക്കുന്നത്. കാരണം കടലിന് മുമ്പിൽ വരുമ്പോൾ കടൽ വിളരുന്നു. പിന്നെ അവര് സ്പെഷ്യൽ ഫുഡാണ് കഴിക്കുന്നതെന്നാണ് പറയുന്നത്. മരുഭൂമിയിൽ അവരുടെ ടെൻറ്റിൻ്റെ മുമ്പിൽ എല്ലാ ദിവസവും അത്ഭുതകരമായ ഭക്ഷണം വരുന്നു. മാത്രമല്ല അവരിങ്ങനെ പോകുന്ന സമയത്ത് അവരുടെ മുമ്പിൽ ഒരു തൂണ് പോലെ, പില്ലർ പോലെ ഇങ്ങനെ തീ നിൽക്കുന്നു. അതുപോലെ മേഘം കൊണ്ടുള്ളൊരു, ക്ലൗഡ് കൊണ്ടുള്ളൊരു പില്ലർ നിൽക്കുന്നു. എവിടെ ഇങ്ങനെ ഒരു ജാതിയാണ് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം കൂടെയുള്ള ജാതി ബലമുള്ള ജാതിയാണ്. അവരുടെ ബലം ദൈവമാണ്. ജാതി എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ ഞാൻ നിങ്ങളെക്കുറിച്ച് പറയാം. ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് യു ആർ പവർഫുൾ. നിങ്ങളൊന്നും ചെയ്യാൻ ആർക്കും സാധ്യമല്ല, വിശ്വാസമില്ല. ഒന്നുകൂടി പറയാം, ദൈവം കൂടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു രോമം പോലും പിഴുതെടുക്കാൻ ആർക്കും സാധ്യമല്ലെന്ന് പദ്ധതികൾ ഒരുക്കും. പക്ഷെ പദ്ധതികൾ അലസിപ്പോവും. നിങ്ങൾക്കെതിരെ ആയുധം ഉണ്ടാക്കും. ഉണ്ടാക്കിയ കാശും പോയി, അതിന് അടിച്ചുണ്ടാക്കിയ മെറ്റലും പോയി, അധ്വാനവും പോയി. കാരണം ആയുധം ഫലിക്കില്ല. നിങ്ങൾക്കെതിരെ ശത്രുക്കൾ വരും. പലതും സഖ്യത കൂടി ഒരു അലയൻസ് ആയിട്ടൊക്കെ വരും. പക്ഷെ 7 വഴിയായിട്ട് ദൈവം അവരെ ചിതറിച്ചു കളയും. ഒരു ആമേൻ പറ. എല്ലാവരും ഒന്ന്, ഞാനീ പറയുന്നത് സമ്മതിക്കുന്നുണ്ടെങ്കിൽ ദയവായി ലൈവ് ചാറ്റിൽ പെട്ടെന്ന് ആമേൻ ആമേൻ പെട്ടെന്ന് ടൈപ്പ് ചെയ്തിട്ട് ഇംഗ്ലീഷിലോ മലയാളത്തിലോ ഒക്കെ ടൈപ്പ് ചെയ്താൽ കിട്ടോ. ആമേൻ പറ. ആമേൻ ടൈപ്പ് ചെയ്യാൻ അറിയില്ലെങ്കിൽ ഇങ്ങനെ ഒരു ഇമോജി ഉണ്ടല്ലോ, അതെടുത്തത്. 1 രാജാക്കന്മാർ 22:11 വായിച്ചു നോക്കി. ഫസ്റ്റ് കിങ്സ് 22:11. Now Zedekiah son of Kenana had made iron horns
And he declared, this is what the Lord says, with these you will guard the Arameans until they are destroyed. ഇവിടെ സിദെക്കീയ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ, പ്രവാചകൻ, അദ്ദേഹം ഇരുമ്പ് കൊണ്ട് ചില കൊമ്പുകൾ ഉണ്ടാക്കി. എന്നിട്ട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, അരാമ്യരെ നീ ഈ കൊമ്പ് കൊണ്ടെന്നതുപോലെ കുത്തി കീറുകളെ എന്ന് പറഞ്ഞു. അതൊരു പ്രൊഫറ്റിക്കായി അദ്ദേഹം കൊടുത്ത ഒരു ദൂതാണ്. അപ്പം അവിടെ ഇതും കാണിക്കുന്നത് എന്താണ്? ഈ കൊമ്പ്, ഇങ്ങനൊരു കൊമ്പുണ്ടെങ്കിൽ, രക്ഷയുടെ കൊമ്പ് ഉണ്ടെങ്കിൽ അത് കൊണ്ട് ശത്രുക്കളെ കീറുവാനുള്ളൊരു അനോയിൻറ്റിങ് അതിനുണ്ട്. ഒരു കാര്യം അറിയാമോ? യുവർ അനോയിൻറ്റിങ് ഈസ് എ ജയന്റ് സ്ലെയർ, എനിമി സ്ലെയർ. അതറിയാമോ? നിങ്ങളുടെ മേലുള്ള അഭിഷേകത്തിന് ശത്രുക്കളെ കൊന്നുമുടിക്കുവാനുള്ള അഭിഷേകം അതിൻ്റെ മേലുണ്ട്, അതിനുള്ള ശക്തിയുണ്ട്. ഇറ്റ് ഈസ് എ ജയന്റ് സ്ലെയർ. അതാണ് ഇവിടെ സെദക്കിയാവ് എന്ന് പറയുന്ന പ്രവാചകൻ വന്നിട്ട് പറയാണ്, ഇതുപോലെയാണ് ദൈവം നിങ്ങൾക്ക് ശക്തി പകരുന്നത്. അടുത്തത് ഡാനിയൽ ചാപ്റ്റർ 7 and verse number 8. ദാനിയേൽ 7:8 ഒന്ന് വായിച്ചു നോക്കി. While I was thinking about the horns, അദ്ദേഹം ഇത് ചില കൊമ്പുകൾ കണ്ടു. ഇതിനെക്കുറിച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ there before me was another horn, a little one. ചെറിയൊരു കൊമ്പ്, ഒരു കുഞ്ഞു കൊമ്പ് കണ്ടു. which came up among them, and 3 of the first horns were uprooted before it. അതിനു മുമ്പുള്ള 3 എണ്ണത്തെ അത് uproot, ഈ ചെറിയ കൊമ്പ് പറിച്ചു കളഞ്ഞു. This horn had eyes like the eyes of a human being and a mouth that spoke boastfully. ഈ കൊമ്പിന് മനുഷ്യർക്കുള്ളതുപോലെ കണ്ണുകളുണ്ടായിരുന്നു, and mouth, ഇതിന് വായുണ്ടായിരുന്നു, and that spoke boastfully. അതിങ്ങനെ വമ്പ് പറയുന്ന ഒരു നാവുണ്ടായിരുന്നു. ഇതെല്ലാം കാണിക്കുന്നത് it is the power of kings. പല രാജാക്കന്മാരുടെ ശക്തി ഇങ്ങനെ ചരിത്രത്തിൽ എഴുന്നേറ്റ് വരുന്നതിനെ കുറിച്ചാണ് ഇത് പറയുന്നത്. ചിലർ അഹങ്കരിച്ചു വരുന്നു, വമ്പ് പറയുന്നതാണ്. ചില രാജാക്കന്മാർ മറ്റു ചിലതിനെ കീഴടക്കുന്നു. അതാണ് ഈ ചെറിയ കൊമ്പ് വന്നിട്ട് മറ്റു 3 എണ്ണത്തിനെ പറിച്ചു കളഞ്ഞു, അതിൻ്റെ അധികാരത്തെ പിഴുതു കളഞ്ഞു. ഇങ്ങനെ പൊളിറ്റിക്കലി നടക്കുന്ന, ചരിത്രത്തിൽ നടക്കുന്ന ചില രാഷ്ട്രീയത്തിൻ്റെ ശക്തിയൊക്കെ ഇതിൻ്റെ അകത്ത് കാണുന്നുണ്ട്. ഭരണവാഴ്ചയുടെ ശക്തിയും എല്ലാം അതിൻ്റെ അകത്ത് ഉള്ളടക്കം ചെയ്തിട്ടുണ്ട്. മറ്റ് ചില വചനങ്ങൾ കൂടെ തരാം. Psalm 18 and verse number 2. സങ്കീർത്തനം 18:2 ഒന്ന് നോക്കിയേ. The Lord is my rock, my fortress and my deliverer. My God is my rock, in whom I take refuge, my shield and the horn of my salvation, my stronghold. ഈ ദൈവത്തിന് ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. എല്ലാവർക്കും പല പേരുകൾ കാണും അല്ലേ? പേരുകൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് ടൈറ്റിൽസ് കാണും, ഗിവൺ നെയിം കാണും, അപ്പനമ്മമാർ അദ്ദേഹത്തിന് ഇട്ട പേര് കാണും. അതോട് ചേർത്ത് ചിലപ്പോൾ ഗ്രാൻഡ് ഫാദറിൻ്റെ പേരോ സർനെയിമായിട്ട് എന്തെങ്കിലുമൊക്കെ വീട്ടുപേരൊക്കെ ചേർത്ത് നല്ല കേട്ടാൽ തന്നെ വെയിറ്റുള്ള ടൈപ്പ് പേരുകളൊക്കെ പലർക്കും ഉണ്ട്. ഇത് കൂടാതെ പല ടൈറ്റിൽസ് ഉണ്ട്. അയാളൊരു ഹസ്ബൻഡ് ആയിരിക്കാം, ഫാദർ ആയിരിക്കാം, ട്യൂട്ടർ ആയിരിക്കാം, ഓഫീസർ ആയിരിക്കാം, CEO ആയിരിക്കാം, മിനിസ്റ്റർ ആയിരിക്കും. ഇങ്ങനെ പല 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 ടൈറ്റിൽസ്. ഇങ്ങനെ ഇതെല്ലാം കൂടി ചേർത്താൽ ഈ സാധാരണ ഈ ഭൂമിയിൽ ഒരാൾക്ക് എത്ര ടൈറ്റിൽ കിട്ടും? ചിലർക്ക് 10 കിട്ടും, 20 കിട്ടും, ചിലപ്പോൾ അങ്ങനെ കൂടി ഉണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ ടൈറ്റിൽസ് ഉള്ളത് ദൈവത്തിനാണെന്ന് അറിയാമോ? ഏറ്റവും കൂടുതൽ ടൈറ്റിൽസ്. പിതാവായ ദൈവത്തിൻ്റെ ടൈറ്റിൽ കളക്ഷനുണ്ട്, പുത്രനായ യേശുവിൻ്റെ ടൈറ്റിൽ കളക്ഷനുണ്ട്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്കൊന്ന് 250-ലധികം ഉണ്ട്. അതുപോലെ ഹോളി സ്പിരിറ്റിന് ടൈറ്റിൽസ് ഉണ്ട്. അതിനെക്കുറിച്ചൊക്കെ ഞാൻ ഇടയ്ക്ക് മോർണിംഗ് ഗ്ലോറിയിലൊക്കെ സംസാരിച്ചത്. അതിൽ പലതും എടുത്ത് എനിക്കൊന്ന് ജീസസിൻ്റെ, യേശുവിൻ്റെ തന്നെ 100ഓളം ടൈറ്റിൽസ് എടുത്ത് ഞാൻ വേറെ കിടപ്പുണ്ട് 100 കണക്കിന്, പക്ഷേ 100 ടൈറ്റിൽസിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മ. മോർണിംഗ് ഗ്ലോറിയിൽ ഞാൻ ഹാൻഡിൽ ചെയ്തത്. ഇവിടെ ചില ടൈറ്റിൽസ്. ദ ലോർഡ് ഈസ് മൈ റോക്ക്, കർത്താവിൻ്റെ പാറയാകുന്നു. അപ്പോൾ റോക്ക് ഓഫ് ഏജസ്, ഇതൊക്കെ കർത്താവിൻ്റെ ഒരു ടൈറ്റിലാണ്, യുഗങ്ങളുടെ പാറ. അടുത്തത് മൈ ഫോർട്രസ്, എൻ്റെ കോട്ടയാകും. കോട്ട എന്ന് പറയാൻ അറിയാലോ, ഒരു രാജ്യത്തിന് ചുറ്റും ഒരു ഫോർട്രസ് ഉള്ളതുപോലെ
ആ ഫോർട്രസ്സാണ് അതിനകത്ത് താമസിക്കുന്ന സകലർക്കുമുള്ള രക്ഷ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സംരക്ഷണം എന്ന് പറയുന്നത്, പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. The name of the Lord is a strong tower. The righteous shall run to it and are safe. കേട്ടിട്ടുണ്ടല്ലോ, ദൈവത്തിൻ്റെ നാമം, യഹോവയുടെ നാമം ബലമുള്ള ഗോപുരം, നീതിമാൻ അതിലേക്ക് ഓടിച്ചെന്ന് രക്ഷ പ്രാപിക്കും, അല്ലെങ്കിൽ അഭയം പ്രാപിക്കും. Then my deliverer, അത് അടുത്ത ടൈറ്റിലാണ്, my deliverer. My God is my rock, in whom I take refuge. God is my refuge. അവൻ്റെ സങ്കേതമാണ്. Then my shield, അവൻ്റെ പരിചയമാണ്. അവിടെ നിന്ന് വാളുകൊണ്ട് വെട്ടുവരികയാണ്. ഓരോ ആംഗിളിൽ നിന്നും ഇത് വരുമ്പോഴും നിന്ന് ഷീൽഡ് കൊണ്ട് അതിനെ തടുക്കുന്നു. ഒരൊറ്റ വെട്ട് പോലും ഒരു വിരലിന് പോലും കൊള്ളുന്നില്ല. ഐ എം പ്രൊട്ടക്റ്റഡ് ബിക്കോസ് എനിമീസ് ആക്രമിക്കുമ്പോൾ, വാളുകൊണ്ട് വെട്ടുമ്പോൾ, യു ആർ മൈ ഷീൽഡ്. അബ്രഹാമിനും ദൈവം കൊടുത്തൊരു വാഗ്ദത്തമാണ്, ഞാൻ നിന്റെ പരിചയം അതിമഹത്തായ പ്രതിഫലവുമാകുന്നു. അത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം. കർത്താവ് പറയാണ്, ഐ ആം യുവർ ഷീൽഡ്. ഞാൻ നിന്റെ പരിചയ, നിനക്കെതിരെയുള്ള ആക്രമണങ്ങളെ ഞാൻ തടുക്കും. ആ വെട്ട് എനിക്കേ കൊള്ളൂ. ഹലോ, ആ വെട്ട് എനിക്കേ കൊള്ളൂ. കാൽവരി ക്രൂശിൽ യേശു ഈ ഷീൽഡായിട്ട് നിന്നു നമുക്ക് വേണ്ടി. പൈശാചിക ശക്തികളുടെ സകല ആക്രമണങ്ങളുടെ വെട്ടും അവൻ തന്നിൽ ഏറ്റെടുത്തു. അടുത്തതാണ്, ആൻഡ് ദ ഹോൺ ഓഫ് മൈ സാൽവേഷൻ. എൻ്റെ രക്ഷയുടെ കൊമ്പ് അങ്ങാകുന്നു. മൈ സ്ട്രോങ് ഹോൾഡ്, എൻ്റെ ദുർഗം, അങ്ങനെ എന്താണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾ മലയാളം ട്രാൻസ്ലേഷൻ നോക്കുക. അപ്പം ഞാനതിൽ ദ ഹോൺ ഓഫ് സാൽവേഷൻ എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ദ സേവിങ് പവർ ഓർ പ്രൊട്ടക്റ്റിംഗ് പവർ ഓഫ് ഗോഡ്. ദൈവം നമ്മെ സംരക്ഷിക്കുന്ന, രക്ഷിക്കുന്ന ആ ശക്തി, അതാണ് കാണിക്കുന്നത്. ഇനി എക്സഡസ് 27 വേഴ്സ് നമ്പർ 2 നോക്കാം. പുറപ്പാട് പുസ്തകം 27:2 നോക്കിയേ. മേക്ക് എ ഹോൺ അറ്റ് ഈച്ച് ഓഫ് ദ 4 corners so that the horns and the altar are of one piece and overlay the altar with bronze. ഇവിടെ ഓൾട്ടർ ഉണ്ടാക്കുമ്പോൾ, യാഗപീഠം ഉണ്ടാക്കുമ്പോൾ, ആ യാഗപീഠത്തിൻ്റെ 4 മൂലയിലും ഓരോ ഹോൺ പോലെ, കൊമ്പ് പോലൊരു സാധനം. ഒരു പക്ഷേ സമാഗമന കൂടാരത്തെക്കുറിച്ച്, ടാബർനാക്കിളിനെ കുറിച്ച് ഞാൻ മോർണിംഗ് ഗ്ലോറിയിൽ സംസാരിച്ചിട്ടുണ്ട്. ആ സമയത്ത് ഓരോന്നിൻ്റെ ഇമേജുകൾ കാണിച്ച് ഞാൻ സംസാരിച്ചിരുന്നു. ഇല്ലെങ്കിൽ തന്നെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, ഗൂഗിൾ ചെയ്തൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഓൾട്ടറിൻ്റെ, സമാഗമന കൂടാരത്തിൻ്റെ 4 മൂലയിലും കൊമ്പുകൾ പോലെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഈ കൊമ്പുകൾക്കൊരു പ്രത്യേകതയുള്ളത്, ഏതെങ്കിലും സമയത്ത് ആരെങ്കിലും ഒരു ശത്രു ഓടിച്ചിടുമ്പോൾ, ഞാൻ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോകാൻ സമയമില്ല, എവിടെയെങ്കിലും ഒരു സമയത്ത് ഒരു ശത്രു ഒരാളെ ഓടിക്കുകയാണെങ്കിൽ, പിന്നാലെ ചേസ് ചെയ്യുകയാണെങ്കിൽ, ഈ ദേവാലയത്തിലേക്ക് ചെന്ന് ഈ ഹോണിന്മേൽ കയറി പിടിച്ചാൽ പിന്നെ അയാളെ ഉപദ്രവിക്കാൻ പാടില്ല, അയാൾ രക്ഷപ്പെടും. ദ ഹോൺ ഓഫ് മൈ സാൽവേഷൻ എന്ന് പറയുമ്പോൾ ഇതുകൂടെ മനസ്സിൽ കാണണം. എന്താണത്? യാഗപീഠത്തിൻ്റെ കൊമ്പുകളിൽ ഒരാൾ ഒരു ഫ്യൂജിറ്റീവായ, അല്ലെങ്കിൽ ആരെങ്കിലും ചേസ് ചെയ്ത് വന്ന് ഓടിക്കയറി പിടിക്കുമ്പോൾ അത് രക്ഷയാണ്. അത് പിന്നെ ആ ശത്രുവിനെ ആക്രമിക്കാൻ ലൈസൻസ് ഇല്ല. ദാറ്റ് ഇസ് ദ ഹോൺ ഓഫ് സാൽവേഷൻ. ഇനി ലൂക്കോസിൻ്റെ സുവിശേഷം 1:69 ഇംഗ്ലീഷിൽ, മലയാളത്തിൽ ഒരു വ്യത്യാസമുണ്ട് കാണുന്നത്. രക്ഷയുടെ കൊമ്പ് ഉയർത്തിയിരിക്കുന്നു. അവിടെ പറയുന്നത് എന്താണ്? ദ ഹോൺ ഓഫ് സാൽവേഷൻ denotes royal saving power belonging to the Messiah. മശിഹയ്ക്കുള്ള രാജകീയമായ ഒരു രക്ഷിക്കുവാനുള്ളൊരു ശക്തിയുണ്ട്. അതാണ് ഈ സെഖര്യാവിൻ്റെ പാട്ടിൽ പറയുന്ന രക്ഷയുടെ കൊമ്പ്. അത് മശിഹയിലാണ്. ചരിത്രത്തിലൂടെ പലതും വന്ന് നമ്മുടെ രക്ഷയുടെ കൊമ്പായിട്ട് ആര് മാറിയിരിക്കുന്നു? മശിഹ, യേശു കർത്താവ് മാറിയിരിക്കുകയാണ്. എന്താ ചെയ്യേണ്ടത്? ശത്രുക്കളാൽ ആക്രമിക്കപ്പെട്ട് ഓടുന്ന ഒരു വ്യക്തി ദേവാലയത്തിനകത്ത് യാഗപീഠത്തിൽ പോയി കയറി പിടിച്ച് തൂങ്ങിക്കിടക്കുന്നത് പോലെ മശിഹയെ ഒരൊറ്റപ്പിടുത്തം പിടിച്ചാൽ, യേശുവിനൊരൊറ്റപ്പിടുത്തം പിടിച്ചാൽ
ഒരു ശത്രുവിനും പിന്നെ നിന്നെ തൊടാൻ സാധ്യമല്ല. ഇനി അവൻ്റെ ഡ്യൂട്ടിയാണ് നിന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാന്നുള്ളത്. എല്ലാവരും പറഞ്ഞേ ദ ഹോൺ ഓഫ് സാൽവേഷൻ. പറ, രക്ഷയുടെ കൊമ്പ്. ലൈവ് ചാറ്റിലൊന്ന് 100 പ്രാവശ്യം ടൈപ്പ് ചെയ്തിട്ട് രക്ഷയുടെ കൊമ്പ്, രക്ഷയുടെ കൊമ്പ്. മൈ ഹോൺ ഓഫ് സാൽവേഷൻ ഈസ് ക്രൈസ്റ്റ് ദ മെസ്സായ. ഈ മശിയയാണ് എൻ്റെ രക്ഷയുടെ കൊമ്പ് വന്നിട്ടേ. അതാണ് അദ്ദേഹത്തിൻ്റെ പാട്ടായി മാറിയത്. കാരണം അവിടെ 2 കുഞ്ഞുങ്ങൾ പിറക്കുകയാണ്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. കർത്താവെ, ജനങ്ങളെ അങ്ങയുടെ നാമത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. വിവിധ രീതിയിലുള്ള രോഗങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. രോഗത്തെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും പെട്ടെന്ന് എൻ്റെ ഉള്ളിലേക്ക് പലവിധ ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്ന ആളുകൾ വരുന്നു. എന്ന് വെച്ചാൽ പുകവലി തുടങ്ങി അങ്ങോട്ട് മദ്യപാനമാകാം, പല രീതിയിലുള്ള ഡ്രഗ്സിൻ്റെ ഉപയോഗമാകാം, മണക്കുന്നതോ കുത്തിവെക്കുന്നതോ എന്തുമാട്ടെ, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർ പുറത്തു വരട്ടെ. ഇൻ ജീസസ് നെയിം. ഈ തലച്ചോറിനോട് കണക്റ്റഡ് ആയിട്ടുള്ള ചില രോഗങ്ങൾ കർത്താവ് സൗഖ്യമാക്കുന്നുണ്ട്. ഇൻ ജീസസ് നെയിം അത് സംഭവിക്കട്ടെ. അതുപോലെ ഈ ജനറ്റിക്കായി തലമുറയായി കൈമാറ്റം ചെയ്തു വന്നിരിക്കുന്ന ചില രോഗങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാകട്ടെ. ഈ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ക്രോമസോംസിലുള്ള എന്തോ ഒരു ചെറിയ ഇത് നിമിത്തം കുഞ്ഞുങ്ങൾക്ക് വരുന്ന ചില രീതിയിലുള്ള അപൂർവമായ ചില കേസുകൾ യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെയുള്ളവർക്കൊരു വിടുതൽ ആ ഫാദറിനും മദറിനും കുഞ്ഞിനും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ബ്ലസ് ചെയ്യുന്നു. ഇൻ ജീസസ് നെയിം. താങ്ക് യു ലോർഡ്. കിഡ്നികൾ നന്നായി വർക്ക് ചെയ്യാത്ത, ഒരുപക്ഷെ ഡയാലിസിസോ മറ്റു ട്രീറ്റ്മെൻറ്റുകൾ നടക്കുന്നവരുടെ മേൽ ഒരു വലിയ സൗഖ്യം ഇപ്പോൾ ഉണ്ടാകട്ടെ. സൂയിസൈഡൽ ടെൻഡൻസിയുള്ള, എനിക്ക് മരിക്കണം തോന്നുന്ന ഈ മരണത്തിൻ്റെ ആത്മാവ് കയറി പിടിച്ചിരിക്കുന്ന ചില വ്യക്തികൾ ലൂസ് ഇൻ ജീസസ് നെയിം. ഇപ്പോൾ തന്നെ പ്രത്യാശയും ഒരു വലിയ ധൈര്യവും അവരുടെ ഹൃദയങ്ങളിലേക്ക് വന്ന് നിറയട്ടെ. സമാധാനം വന്ന് നിറയട്ടെ. കർത്താവ് എനിക്ക് വേണ്ടി ചെയ്യുമെന്നുള്ള പ്രത്യാശ ഉണ്ടാകട്ടെ. രക്ഷയുടെ കൊമ്പ് ഞാൻ ഉയർത്തി വയ്ക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിൽ രക്ഷയുടെ കൊമ്പ് ഞാൻ ഉയർത്തുന്നു. കയറി പിടിച്ചോ യേശുവിൻ്റെ നാമത്തിൽ. താങ്ക് യു ലോർഡ്. കർത്താവ് അങ്ങനെ ചെയ്തതിനായി നന്ദി. ഇൻ ജീസസ് നെയിം. ആമേൻ. നിങ്ങൾ ചെയ്യേണ്ടത് ബ്ലെസ്സിംഗ് ടുഡേ പ്രയർ ലൈനിൽ വിളിക്കുക. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ പറയുക. ശുശ്രൂഷ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. ബ്ലെസ്സിംഗ് ടുഡേ ബുക്സ് അവൈലബിൾ ആണ്. ആമസോണിൽ നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. ബ്ലെസ്സിംഗ് ടുഡേ ഒരു പാർട്ട്ണറായി, സ്പോൺസറായി നിങ്ങൾക്ക് മാറാം. ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണാം. വെബ്സൈറ്റ് സന്ദർശിക്കാം. അല്ലെങ്കിൽ ബ്ലെസ്സിംഗ് ടുഡേ വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കാം, പ്രയർ ലൈനിൽ വിളിക്കാം. എല്ലാവരും ധാരാളം അനുഗ്രഹിക്കട്ടെ. നാളെ നമുക്ക് ഏതെങ്കിലുമൊക്കെ ബ്ലെസ്സിംഗ് ടുഡേയിൽ ചർച്ചിലേക്ക് വരിക. നമുക്ക് ഒരുമിച്ച് കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. സീ യു ഓൺ മൺഡേ ത്രൂ മോർണിംഗ് ഗ്ലോറി. ബൈ.